ആകാശത്തിന്റെ ചുവട്ടിലും ഭൂമിയുടെ മുകളിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രാസംഗികൻ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യരുത്, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടൂല അവർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണമോ ഒരു പണ്ഡിതനെയോ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ മുജാഹിദുകൾ പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടും, അവർക്ക് വേണ്ടി സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടും. അത് ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. എന്നാൽ ഈ മുസ്ലിംമാര് ഈ ടെക്സ്റ്റിൽ എഴുതിയിരിക്കണം എന്താ, ഇവരുടെ ദാവത്ത് കൊണ്ട് മുജാഹിദിന്റെ ഞരമ്പിന് പിടിച്ചു, അപ്പൊ അതുകൊണ്ട് ഈ മൗലവി പ്രസംഗിക്കണുണ്ടോ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ കൂലി കിട്ടുന്ന ഇതാ ഇയാൾ പറയുന്നത്. കഥകള് നൊണാന്ന് പറഞ്ഞാൽ മതിയാവില്ല, നട്ടാ മുളക്കാത്ത നൊണാന്ന് പറയണം. ഞാൻ അതിന് രേഖയായിട്ട് നിങ്ങൾക്ക് പതിറ്റാണ്ടുകളായിട്ട് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിഭാഷയാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഇറങ്ങിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അതായത് എനിക്ക് ഓർമ്മ വെക്കണം, അന്ന് തന്നെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഞാനിപ്പോ അതിന്റെ ഒരു പേജും അതിന്റെ ചട്ടയും ഒന്ന് ഇട്ട് തരാം, നിങ്ങളൊന്ന് നോക്കി. അതിൽ ഞാൻ ഇംബ്രാക്കറ്റ് ചെയ്ത ഒരു ഭാഗമുണ്ട്, അവിടെ നിങ്ങളത് വായിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ 4ാം വാല്യത്തിന്റെ 3150 പേജിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കണ്ടോളൂ സഹോദരങ്ങളെ, എന്താണ് ഈ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പേന കൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയ ഭാഗം അവിടെ നിങ്ങളത് വായിച്ചു നോക്കൂ. മരിച്ചവർക്ക് പ്രതിഫലം കിട്ടുമോ എന്നതിനെ പറ്റിയാണ് പറയുന്നത്. എന്താ പറയുന്നത്? എന്നാൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ധർമ്മവുമാകട്ടെ, അതായത് സദഖ, അവയുടെ കൂലി അവർക്ക് എത്തുമെന്നുള്ളത് ഭിന്നാഭിപ്രായമില്ലാത്ത ഏകകണ്ഠമായ അഭിപ്രായവും ശാരീനാൽ, ശാരി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ നിശ്ചയിക്കുന്നവരാരാണ് അവരെയാണ് ശാരി എന്ന് പറയാ. അത് ആരാണ് ശാരി എന്ന് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ശാരീനാൽ എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു പുള്ളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അടിയിൽ അണ്ടർലൈൻ ചെയ്തതിന്റെ താഴങ്ങൾ വായിക്കുമ്പോൾ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലാവും. അപ്പോ ശാരീനാൽ തുറന്ന് പ്രസ്താവിക്കപ്പെട്ടതുമാകുന്നു. ഇബ്നു കതീർ റഹ്മത്തുള്ളാഹിയുടെ ഉദ്ധരണിയാണ് ആ കൊടുത്തിട്ടുള്ളത്. അമാനി മൗലവി, അതായത് പതിറ്റാണ്ടുകൾ, എനിക്ക് തോന്നുന്നത് ഇതിന്റെ 2ാം പതിപ്പ് 1989 ഇറങ്ങിയിട്ടുണ്ട്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ 1989. അപ്പോ ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി സദഖ ചെയ്യണം, അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും എന്നതിൽ അഭിപ്രായ ഭിന്നതയേ ഇല്ല എന്നാ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. എന്നാ മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്നും അരിക്കാക്കാൻ എന്താ മൂലമാരുടെ പരിപാടി? ഇന്നോണേട് പറയന്നെ, ഇത്രയും നാൾ ഇതിനെ എതിർത്തു, തെങ്ങ് തോട്ടത്തേക്ക് മാറിന്നു. ഇവര് ശിർക്കും കുഫറും വിദ്യാർത്ഥിയുള്ള ദ്വൈതം അവിടുന്ന് മാറും, അത് സ്വാഭാവികല്ലേ. അതേ സ്ഥാനത്ത് സ്വന്തം ബാപ്പാന്റെ കബറ് അത് ചാടി കടന്നിട്ട് എന്ത് ചെയ്യും? ഏർപാടിക്ക് യാത്ര പോവും. സ്വന്തം ബാപ്പ അവിടെ പള്ളിക്കാട്ട് കിടക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറ്റില്ല. സ്വന്തം 10 മാസം ഗർഭാശയത്തിൽ കൊണ്ടുനടന്ന പെറ്റ തള്ളവിടെ ഉണ്ട്, അതിനോട് അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനൊക്കെയാണ് ഇവർക്കൊക്കെ ദ്വേർക്കാൻ കമ്പെന്താ? ജാറത്തുങ്ങൾക്ക് ഇല്ല, അവിടെ ചെന്നിട്ട് അയാളോട് ദ്വേർക്കാം. ആ ജാതി പരിപാടി മരിച്ചടക്കണ മനുഷ്യനോട് എന്തുകൊണ്ട് ചോദിച്ചാൽ അവൻ എന്തുകൊണ്ട് ചെയ്തു തരുമെന്ന് വിശ്വസിക്കണം. ഈ പൊട്ട പോയത്തത്തിന് തെളിവില്ല. അപ്പൊ പിന്നെന്താണ്? അത് സ്ഥാപിക്കാൻ വേണ്ടി മുജാഹിദുകളുടെ പേര് ഇല്ലാത്ത കളവ് പ്രചരിപ്പിക്കുക, അത്രേ ഉള്ളൂ. എത്രമാത്രം കളവ് പ്രചരിപ്പിക്കപ്പെട്ടു എന്നറിയോ നിങ്ങൾ? ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം സയ്യിദ് ദാരിമി എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഇന്ന് അദ്ദേഹം സൗദി ഗവൺമെന്റിന്റെ മതകാര്യ വകുപ്പിലെ ഉയർന്ന ഒരു പോസ്റ്റില് പ്രബോധന പ്രവർത്തനവുമായി നിൽക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു പുതിയാപ്പളിന്റെ ഒപ്പം പോകേണ്ട രംഗമുണ്ടായി അദ്ദേഹത്തിന്. അപ്പൊ പുതിയാപ്പള കല്യാണം കഴിക്കുന്നത് സമസ്തക്കാരുടെ കുടുംബത്തിൽ നിന്നാ, സുന്നി കുടുംബത്തിൽ നിന്നാ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഗ്രാമപ്രദേശം. അപ്പൊ അങ്ങനെ പുതിയാപ്പളയും കൂടുതൽ മുജാഹിദുകളാണ് എന്ന് അവിടെ കല്യാണ കുടുംബത്തിലാണ് പരന്നു ആ വിവരം. അപ്പൊ പുതിയാപ്പള എന്നിങ്ങനെ പന്തലിങ്ങനെ ഇരിക്കുമ്പോ വയസ്സായ സ്ത്രീകളൊക്കെ ജനലിന്റെ ഉള്ളിൽ കൂടി പതുക്കെ ഇങ്ങനെ എത്തി നോക്കുക. അതിനെത്തി നോക്കുമ്പോ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ പറയാണ്, എടി ഐറ്റനെ കണ്ടാല് ഐറ്റ മുജാഹിദീങ്ങളാണെങ്കിലും
അയറ്റനെ കണ്ട അയറ്റന്റെ കണ്ണും മോറൊക്കെ നമ്മളെയൊക്കെ മാതിരി തന്നെയാണ് കേട്ടോ. നോക്കി നിങ്ങള് ഈ മുസ്ലിയാക്കന്മാര് മുജാഹിദുകളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കോലം കണ്ടങ്ങള്. ആ കോലത്തിൽ സർവ കളവും ഫസാദും ഫിത്തനയും പറഞ്ഞ് എന്തൊക്കെ ഫസാദ് ഉണ്ടാക്കി പറയാൻ പറ്റും അതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹു തആല ഒരു പണി വെച്ച് ഇവരൊക്കെ ഹജ്ജിനും മുംറക്കും മക്കത്തുകട് വന്ന കുരുമൂത്ത മുജാഹിദിന്റെ പിന്നിൽ തുറന്ന് നിസ്കരിച്ചാൻ അള്ളാഹു തആല ഒരുക്കി വിധിച്ചു. ഹജ്ജിനോട് വന്നാല് കഷ്ടിച്ച ഒരു മാസത്തോളം നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളെ നിസ്കാരം ഒസ്വാസാക്കണ കോലത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല അല്ലെ. നമ്മുടെ നാട്ടിലെങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ പിന്തി തുടർന്ന ആൾക്കാർക്ക് മര്യാദ നിസ്കരിക്കാൻ പറ്റൂല. ഇമാമിന്റെ വലിയ ദുആ എല്ലാരും അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒച്ചയില്. ഈ ആദ്യ പരിപാടി ഒന്നുമില്ല. ഈ നിസ്കാരത്തിന് ഒരു ഹുർമത്തും ഒരു റാഹത്തും ഇല്ലവർക്ക്. പക്ഷെ പരിശുദ്ധമായ മക്കയിലെ ഹറം ഷരീഫിൽ പോയിട്ട് അവർ നിസ്കരിക്കുമ്പോ അവർക്ക് ഈ സിന്ദാബാദിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ചെല്ലുമ്പോ നല്ല റാഹത്താവുന്നു. എങ്ങനെയാ മക്കളെ കാബത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ നിസ്കാരം കഴിഞ്ഞ് ലുഹറിനാണെങ്കിലും അസറിനാണെങ്കിലും ഏത് 5 നേരത്തെ നമസ്കാരം കാബത്തിന്റെ അടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വിഷമം ഇല്ലാതെ എങ്ങനെയാ അവിടുന്ന് റാഹത്ത് കിട്ടുന്നത്? ഇമാം ഉറക്കൻ അങ്ങോട്ട് ദ്വാരക്ക നിസ്കാരം സലാം പിടിയുടെ ശേഷം എന്നിട്ട് പിന്നെ തുടർന്ന ആളുകൾക്ക് വസ്വാസും. ഇതൊന്നും ഹറമിലില്ല, മക്കത്തില്ല. ഹാജി മീനി ചെല്ലുമ്പോ അവിടെ മസ്ജിദുൽ ഹൈഫിൽ ഇതില്ല. ഹാജിമാര് അറഫി ചെല്ലുമ്പോ മസ്ജിദ് നെമറിയിലില്ല. ഹാജിമാര് മുസ്ദലിഫി ചെല്ലുമ്പോ മശറുൽ ഹറാം പള്ളിയിലില്ല. മസ്ജിദ് നബവി ചെല്ലുമ്പോ അവിടെയില്ല. മസ്ജിദ് കുബായി ചെല്ലുമ്പോ അവിടെയില്ല. മസ്ജിദ് ഖിബ്ലത്തൈനി ചെല്ലുമ്പോ അവിടെയില്ല. മസ്ജിദ് ഉഹദിൽ എവിടെ ഈ സാധനം ഇല്ല. എന്നിട്ടോ റാഹത്തായിട്ട് ഒരു മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഹജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങി വരിക. എങ്ങനെ കുരുമൂത്ത വഹാബിന്റെ വഹാബി ആദർശത്തോടുകൂടെ നമസ്കാരം നിർവഹിച്ച എങ്ങനെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ ആകുമോ? ആയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും തർക്കമല്ലല്ലോ. എന്നാ പിന്നെ മുജാഹിദ് വിരോധം മനസ്സിനാണ് നീക്കിക്കളി, അത്രേ ഉള്ളൂ. ആകാശത്തിന്റെ ചോട്ടിലും ഭൂമിന്റെ മുകളിലും നമ്മളെ നാട്ടിലെ മൂലയന്മാരോട് ചോദിക്കുന്നത് ഈ നിസ്കാരം കഴിഞ്ഞ ശേഷം എന്താണ് അഫ്ളല ദിക്ർ എന്ന് പറഞ്ഞ വലിയ ശബ്ദത്തില് ആളുകളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചെല്ലിപ്പിക്കണ മൂലയന്മാരോട് ചോദിക്കും. ആകാശത്തിന്റെ ചോട്ടിലും ഭൂമിന്റെ മുകളിലും വലത്ത് ഇടത്തോട്ടേ ഒരു കിതാബിൽ ഇസ്ലാമിന്റെ 4 പ്രമാണത്തിൽ ഈ പണി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കി തൊള്ള പൊളിച്ച് നിൽക്കും മൂലയന്മാര്. മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ പേരിൽ കരിഞ്ചന്തയും നുണയും നടത്തിയിട്ട് മുജാഹിദ് ആദർശത്തെ വിരൂപമാക്കി ജനങ്ങളെ മുന്നിൽ ചിത്രീകരിക്കണതിനാ ഈ കച്ചവടം നടക്കും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് സമസ്തന്റെ മുസ്ലിംമാരും മുജാഹിദുകളും തമ്മിലെ പ്രശ്നം എവിടെയെന്ന് അറിയോ? ആദർശ പ്രശ്നമല്ല. മുസ്ലിംമാർക്ക് ഈ ദീൻ വിറ്റ് കാശാക്കണം. അതിന് മുജാഹിദ് ആദർശം ഒരിക്കലും സൂട്ടല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരാളൊരു പലചരക്ക് കട തുറന്ന് അതിന്റെ തൊട്ട് വേറൊരുത്തന്നെ ഒരു പലചരക്ക് കട തുറന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇപ്പൊ ഉള്ളത്. മുജാഹിദുകൾ എന്ത് പറയുന്നത്? ഈ പണി ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, അത് ജനങ്ങളെ കാശ് പോക്കറ്റ് അടിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ദ്വാരക്കാൻ പറയുമ്പോ മുജാഹിദ് തെങ്ങുംതോട്ടത്തേക്ക് മാറിക്കാണെന്നാ മുകളിൽ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. എന്താണ് ആ ദ്വാ? പാവപ്പെട്ട മനുഷ്യന്മാരുടെ വാപ്പ ഏതായാലും മരിച്ചു, ഉമ്മയും മരിച്ചു, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ മരിച്ചു. ആ സാധുവിന്റെ ആ സങ്കടത്തിൽ പങ്കുകൊള്ളാൻ മുജാഹിദ് പ്രവർത്തകൻ വരും. എന്നിട്ട് ആ സാധുവിന് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവൻ ഹെൽപ്പ് ചെയ്യും. അതേ സ്ഥാനത്ത് ആ ബാപ്പിയും മരിച്ചിറക്കുന്ന സാധുവിന്റെ പോക്കറ്റ് അടിക്കാനാണ് ഇവര് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അത് വേണ്ടാന്ന മുജാഹിദുകൾ പറയണം. അല്ലാതെ മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കണ്ടെന്നല്ല, മരിച്ചവർക്ക് വേണ്ടി സഹ ചെയ്യേണ്ടതുമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാമിനെ വികൃതമാക്കുന്ന മുസ്ലിയാക്കന്മാരാണ് ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഈ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്? ഇവരെ എഴുതിയതിന്റെ സാരം മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ കിട്ടൂല, അതിന്റെ പ്രതിഫലം കിട്ടൂല, അവർക്ക് ദുആ ചെയ്യരുത് എന്നാണ് ഇത്രയും നാൾ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് എന്നാണ് ഈ ടെക്സ്റ്റിലുള്ളത്. ഒരു പണ്ഡിതന്റെ വീഡിയോ കൂടി ഇട്ടുകൊടുത്തിട്ട് പച്ചക്ക് നുണ പറയാന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണോ ദഅവത്ത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹ് എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ. അസ്സലാമു അലൈക്കും.